ആ പറയടാ. നീ ഹലോ, ലൈവ് എല്ലാം ഉണ്ടോ നോക്ക്. ലൈവ് ഉണ്ടോ? ഉണ്ട്. ലൈവ് ഓഫ് ആയല്ലോ. ഇല്ലടാ, തേങ്ങ ഇട്ടിട്ടുണ്ട് നോക്ക്. ഇപ്പൊ ഇട്ട് വേറെ ആവട്ടെ. ചുമ്മാ ആ ജസ്റ്റ് ചില്ലിങ്. ഉണ്ട്. എടാ ഇപ്പൊ ഇതിനകത്ത് മാപ്പ് ഒക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്യണോ? മാപ്പൊക്കെ നമ്മളെ എടാ അത് മോഡിങ് അല്ലേ, ഇതിപ്പോ ഡൗൺലോഡ് ചെയ്യുന്ന ശരിക്കും ഗെയിം. നമ്മള് GTA 5 ഡൗൺലോഡ് ചെയ്യുമ്പോ GTA 5 ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ മറ്റേ സാധനം ചെയ്യത്തില്ലേ, 5M മോഡിന്റെ ഇത് ചെയ്യത്തില്ലേ, അങ്ങനെ എന്തോ സംഭവിച്ചേ. ഇൻസ്റ്റാൾ ആവുന്നില്ലായിരുന്നോ? ഡൗൺലോഡ് പോട്ട് ഡൗൺലോഡ് ആയടാ. 25 MB ഇപ്പൊ ഡൗൺലോഡ് ആവും. 25 GB സോറി, 4 GB ഡൗൺലോഡ് ആയി. അത്ര ഉണ്ട്. 4 GB ഡൗൺലോഡ് ആയി. ഇനി എന്റെ പൊന്നടാ, ഇനി ഓൺലൈൻ കളിക്കാം. എടാ എന്റെ സ്റ്റീമിന്റെ പോയിന്റ്സ് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? 106 കണ്ട് നേരത്തെ ഉണ്ടായിരുന്നല്ലോ അവിടെ. സ്റ്റീം പോയിന്റ്സ് അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇതിന് മുന്നേ ഒരു തവണ ഒന്ന് കയറ്റാനായിട്ട് നോക്കിയായിരുന്നു 1500 രൂപയ്ക്ക്. അത് എൻ്റെ കയ്യിൽ കിടപ്പുണ്ടാവാൻ ബാക്കി, അതറിയാനായിട്ടായിരുന്നു. സ്റ്റീം പോയിന്റ് കൊണ്ട് തന്നെ പോണം. അതാ നോക്കട്ടെ. ഇൻഫോർമേഷൻ അതൊന്നുമില്ല. സ്റ്റീമിൽ പോയിട്ട് ചേഞ്ച് അക്കൗണ്ടോ? ഒരു അക്കൗണ്ട് അല്ലാതെ സെറ്റിങ്ങിൽ പോയി നോക്കാം. ഗെയിം ഇന്റർഫേസ് എടാ എങ്ങനെടാ അതറിയാൻ പറ്റുക? സ്റ്റോറിൽ പോയി എവിടെയോ കണ്ടായിരുന്നു. യുവർ സ്റ്റോർ. അതിലൊന്നും ആയിരിക്കത്തില്ല. അക്കൗണ്ട് എടുത്ത് നോക്ക്, ന്യൂക്ലിയർ എന്നുള്ള അത് റൈറ്റ് സൈഡിൽ. ഇല്ല, അത് നോക്കി കാണുന്നില്ല. ഫോളോയിങ് ഡിഫറൻസിനകത്ത് കാണുന്നു. ന്യൂ കാറ്റഗറി അക്കൗണ്ടിൽ തന്നെ കാണൂടാ. സ്റ്റാർട്സ് എടുത്തേ. എവിടെ? ഇപ്പൊ എവിടെ കണ്ടായിരുന്നു? നിന്റെ ലാഗ് ആണല്ലോ അല്ലേ? എനിക്ക് ലാഗ് ആയിട്ടാണല്ലോ. പ്രൊഫൈൽ പോയിന്റ്സ് ഷോപ്പ്. അപെക്സിന്റെ അക്കൗണ്ട് ഇൻവെന്ററി റിവ്യൂ. പ്രൊഫൈൽ ഗ്രൂപ്പ് കണ്ടന്റ് ബാഡ്ജ് ഇൻവെന്ററി ഗൈഡ്സ്. ഇൻവെന്ററിലാണോ? ബാങ്കിൽ കൗണ്ടർ സ്ട്രൈക്കിൻ്റെ കുറേ അല്ലേ ശാല ഗ്രൂപ്പ് കണ്ടന്റ് പ്രൊഫൈലിനകത്തില്ല. ആക്ടിവിറ്റീസ് ട്രേഡ് ഓഫേഴ്സ്. എവിടെ ആയിരിക്കടാ? കമ്മ്യൂണിറ്റി ഡൗൺലോഡ് കളക്ഷൻ ഡൗൺലോഡ്സ്. മൈ വർക്ക്ഷോപ്പ്. GTA 5 ഇതിനകത്തുണ്ടോടാ? GTA 5 സെർച്ച് ചെയ്യണ്ടല്ലോ. അതിന് ഓഫർ ഒന്നും ഇല്ലേ? GTA 5 100 രൂപ ഉള്ളെങ്കിൽ ഇപ്പൊ മേടിക്കും. അത് വരത്തില്ല. GTA 5 അത്ര വരത്തില്ല. അത് ശരിയാണ്. പക്ഷെ അസറ്റ് ക്ലോസ് അത് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ട് വേറെ ഗെയിം അല്ലേ. 4 ആടാ ഇത്. അസറ്റ് ക്ലോസ് ബോറാണോ? ഇത് 4 ആണ് നീ എടുത്തത്. കാണിക്കുന്നില്ലോടാ. പക്ഷേ GTA 5 കാണിക്കുന്നില്ല. അതെങ്ങനെ കാണിക്കാം? ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ.
സെർച്ച് ചെയ്ത് നോക്കിയത് സ്റ്റീമില് സ്ക്വയർ. GTA 5 953 രൂപ. എവിടെ ഇറക്കുന്നത്? ഞാൻ ചുമ്മാ GTA 5 സെർച്ച് ചെയ്തപ്പോ വന്നു. എനിക്കെന്നാ വരാത്ത പിന്നെ? ഏ അല്ല എനിക്കെന്നാ വരാത്തേ? ഓ GTA 56 952 രൂപ, 64% ഓഫ് ഉണ്ട്. നമ്മളൊക്കെ GTA ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്ന ഏ ടൈം. അല്ല അന്നേരം നമ്മളൊക്കെ പൈസ കൊടുത്ത് മേടിച്ച് കളിക്കുന്ന ടൈം അതൊക്കെ ചത്തിട്ടുണ്ടാവും ചെയ്യും. സോംബി ഗെയിം ഇത്. Mi amor, mi amor. സോംബി ഗെയിം ഏതാണോ? ഈവിൽ ഡെഡ് മറ്റേ ബ്ലാക്ക് ഓപ്സ് 1250 രൂപ. FIFA 22 എന്തിനാടാ 3000 രൂപ. ഈ ഫിഫ ഗെയിം ഇഷ്ടമില്ല. ഈ FIFA എന്നാ പൊളിയാ. സ്പൈഡർമാൻ സ്പൈഡർമാൻ ഞാൻ കേറ്റി. ഇതിന്റെ പേരെന്നാ? സ്പൈഡർമാൻ അത് മോഡാ ഞാൻ കയറ്റി. ഡിസ്കോഡിൽ കാണിച്ചു തരാം. എന്നാ എനിക്കൂടെ സ്പൈഡർമാൻ എന്ത് ഡിസ്കോഡിൽ എങ്ങനെയായിരുന്നു ഇടുന്നേ? നീ എന്തി വാലോയില്ലേ? വാലോയിൽ ഇടാവേ. വാലോയില് ലോബി ഷെയർ യുവർ സ്ക്രീൻ. ഓക്കെ, ഷെയർ ആവുന്നുണ്ടോ? ഓക്കെ, ഷെയർ ആവുന്നുണ്ടോ? ഷെയർ ആവുന്നുണ്ടോ? ഡിസ്കോഡിൽ ഷെയർ ആവുന്നുണ്ടോ? നോക്കട്ടെ. ഈ ചാനൽ വാലോയില് വയലവിടെ വാലോയില് ജനറൽ ജനറലൊന്നും കാണാനില്ല. കണ്ടോ? ജനറലോടെ ഞാൻ കണ്ടില്ല. പിന്നെ എവിടെ കാണുന്നത്? കണ്ടോ? എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചേ. അബിയോടെ ഓ, ഗെയിം സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. നീ കണ്ട് ചെയ്യുന്നുണ്ടോ? നോക്കട്ടെ. ലൈവ് ലൈവോ? നീ ലൈവാ അല്ലേ? കാണാൻ നിനക്ക്? കാണാം. കാട്ട്. പക്ഷെ ഇപ്പൊ പോസ്റ്റ് ആയില്ലേ? അതിനെ പോസ്റ്റ് ആയി? ഞാൻ പോസ്റ്റ് ആക്കിയില്ലല്ലോ. നീ ഗെയിം എടുക്കടാ. ഗെയിം എടുക്കുവാ. ഇപ്പോഴും പോസ്റ്റ് അല്ലേ? കാണിക്കുന്നില്ല. ഏ അതിനകത്ത് ഡിസ്പ്ലേ മാറ്റുന്ന ഓപ്ഷൻ ഇല്ലണ്ടോ? ഇല്ല. തേങ്ങ നിനക്ക് വല്ലതും കാണാം ഇപ്പൊ? ഇവർ തേങ്ങ കാണത്തില്ല. അപ്പൊ പറ്റത്തില്ല ഗെയിം സ്ട്രീം ചെയ്യാൻ. എടാ, ഫിറ്റ് ഗേളിനകത്ത് ആദ്യം കിടപ്പുണ്ട് ഏറ്റവും ആദ്യത്തെ ലിങ്ക്. അല്ല, നീ ഏതാ ഡൗൺലോഡ് ചെയ്ത? അതിന്റെ ഏതാ? മൈൽസ് മൊറാൽസ് അല്ലേ? പുതിയതല്ലേ? നവംബർ ഇറങ്ങി. കണ്ടോ? ഫിറ്റ് ഗേളല്ലേ? ഫിറ്റ് ഗേൾ. അയ്യോ, നടുവിന്റെ പാടുള്ള അമ്മേ. എങ്ങനെയുണ്ടാ? നൈസാണ് കളിക്കാൻ. വലിയ കുഴപ്പമില്ല. എടാ, ഈ ക്രൈസ്തോ അതേതാ ഗെയിം? ക്രൈസിസ് റീമാസ്റ്റർ
ക്രൈഫോ ക്രൈസിസ്. ക്രൈസിസോ അതിന് ഒരു ഗെയിം രസമുണ്ട് കാണാൻ. വെടിവെപ്പ സോംബിയുടെ ഗെയിം ഉള്ളത്. സോംബി ഗെയിം. വാക്കിംഗ് ഡെഡ് ഒക്കെ സോംബിക്കുന്നുണ്ട്. ഈവിൾ ഡെഡ്. മൈൽസ് കിട്ടി 48 GB. അതല്ലേ അതാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, അതാണെന്നൊരു ഡൗട്ടുണ്ട്. മൈൽസ് മൊറാൽസ്, സ്പൈഡർമാൻ മൈൽസ് മൊറാൽസ്. അവരോടെയാണ് എനിക്ക് അകത്തുള്ള ഗെയിം ഇഷ്ടം. വല്ല ചെയ്യണ്ട. ഗെയിമാണ്. അല്ല, അവന് ഇഷ്ടമല്ല. പൊട്ടിർമോൻ ഇതിനകത്ത് കാണിച്ചുതരാം. ഇത് നോക്കടാ, ഫോണേ നോക്ക്. ലാഗ് അടിച്ചിരിക്കുകയാണല്ലോ. കാണാമോ നിനക്ക്? നീ ലാഗ് അടിച്ചിരിക്കുക. ഹലോ എടാ നിന്റെ ഇത് കാണുന്നില്ല. എന്നടാ? പോസായി നിൽക്കുന്നു നിന്റെ ഫോണ്. ഇപ്പൊ അയ്യോ, ഇതാ സാധനല്ലേ. രസമുണ്ടാ? ആകാശത്തൂടെ പറന്നിറക്കാം. അത് പറ്റുമോ? ഫ്രീറോന്നാണോ? എടാ ഫ്രീറോന്നാണോന്ന്. ഹലോ. കൂട്ടുകാരൻ മെസ്സേജ് അയച്ചേക്കുന്നു. ഞാൻ ലൈവ് ഇട്ടില്ലായിരുന്നു. അപ്പൊ ക്യാമറ നിലത്ത് വെച്ചിട്ട് എന്റെ വയറല്ലല്ല ഇത്. ഡോഡ്ജിങ് ഒക്കെ ഉണ്ട്, അതൊക്കെ സൂപ്പർ. ചുംബി ഗെയിമിലുണ്ടോ? ഒരു നല്ല ഗെയിം ഉണ്ട് ചുംബിയുടെ. എനിക്ക് വേണ്ട. ഇവിടെയായിരുന്നു മൂവി അല്ലേ? ആനിമ പിടിച്ച് ലൈവ് ഇട്ടിട്ടുള്ളതാ. ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്. എത്തിയടാ. Grammarly makes communication at work one click simpler. Whether you're looking for a new job or you love the one you have, Grammarly can help you communicate with confidence. Concise writing means fewer miscommunications. Grammarly can help streamline your message so it reads loud and clear. We can even check the tone of your emails. Hey, the survival game trend is still going strong in 2022. If you're looking for something to play soon, today we've got 10 games from the Let's get started off with number 10, with V Rising. Now, this is a bit of a different game. Rather than being a survival game as a human, this is a title that puts players into the role of a vampire. In this, players are awakened from centuries. And weak and needing blood, you begin your journey of gathering up easy prey before you're able to kind of rebuild your castle and your whole vampire life, if that's what you want to call it. However, being a vampire means sticking to the shadows during the day and thriving in the open at night. It's open world and you'll be able to play online either competitively or cooperatively, which could make for some pretty interesting situations. Be a vampire raider or a diplomat, you're gonna have a lot of choices, it seems. Now, I've said this in many videos and I'll say it again here. We can never have enough vampire games. There just aren't enough. Ultimately, V Rising is pretty cool and we definitely 100% recommend it if you're. Now, in this game, players are hunting down creatures as a job, and you're also going through like everyday fish and cook to keep your vitals up. We know it's not going to be actually kind of similar, but they've both gained traction, so we figured they were worth mentioning. The first game is Rooted. This is a third-person-ish survival game.
Next up, we're going to combine two Little Devil games Inside in ആണ്. 1 point because they're actually kind of similar, but they both gained traction, so we figured they were worth mentioning. The first game is പറയാതെ Rooted. ഇതാണ്. This is a third-person-ish survival game set in a post-apocalyptic abandoned world where, of course, there's a big Rooted focus on and gathering materials and reflect. building a base and all that in this very gorgeous looking Unreal Engine 5 woods, but also you're exploring abandoned buildings and warehouses that Survival have game become ആണോ? overgrown. It looks eerie and creepy and lonely. That being said, it also looks very Zombie. early. There are some parts Yeah, that look not bad. pretty janky and not so hot, so we're going to judge it more when we see more and we get to actually get our hands on it, but some people found it interesting, so we wanted to mention it. Another game that's very similar that also has been gaining traction is Unreal called Engine 5. Derelict. This is also a very small project made by a very small team of like one person. And this is a first-person open-world survival game with abandoned elements, with creatures and some sci-fi elements. And it is also running in Unreal Engine 5, and it does actually look pretty gorgeous. This one looks a little more complex than Rooted, but since they are kind of similar situations, we did want to just give them a mention here. Both of them don't have release dates, but we're keeping an eye on them. Next up at number 7, we have Nightingale. Now, this is an open-world first-person PvE survival. Along with that, it's a world that you need to become a skilled realm walker and അർജു ഒക്കെ navigate സ്ട്രീം through all ചെയ്യുമായിരുന്നു those രാത്രിയിൽ എല്ലാവരോടും interdimensional ഒരുമിച്ച് portals to കളിക്കുന്നത് find the last പ്രേതത്തിന്റെ bastion of കണ്ട ഏതോ വീട്ടിൽ Now, this game different. You got to scavenge for items and seek shelter, and it's a mix of video games you're probably already familiar with, like Tarkov or DayZ. There's a lot of working with other players or fighting against hostile players that are trying to get your stuff. And the developers behind this game, Quantum Integrity Software, are also making a game that focuses on customization here. There are plans to bring full modding support to the Steam Workshop. So there's a potential of other players really lending a hand in crafting something unique for this when it finally does launch. Now, next over at number 5, from there, you need to actually ensure there's enough power to keep the different places built online, managing all types of things like, of course, power, oxygen, atmosphere, food, all that. Now, picking up when it launches. Now, this survival building game is slated for 2022, and frankly, it looks sick. Like, to combine survival and building elements with a horror fantasy world, it seems like a brilliant combination. You basically build out your own settlements piece by piece, managing every element to keep people alive, you know, from cutting surprises that we haven't heard more, and a group of survivors to please that need a lot. Every End Night Games was a survival title as players were stuck in the woods looking for a means of escape and survival. It was a mix of survival and just the constant threat of creepy hostile enemies that left fans really digging it. That thing took off. Now, there are still players discovering that game to this day, but there is a sequel coming. It's been in the works for a minute. It's called Sons of the Forest, and players are seemingly taking a trek back into the woods as a means to hunt down the supernatural elements that lurk within it. From what we can tell so far, there is more emphasis on survival, with the players having to gather various resources, and of course, hostile enemies lurking in the woods in the dark. You'll find that they can attack you and destroy your fortified base, which means that all that hard work might have to be completely redone before nightfall hits. If you played the first one, you know the drill. And if it is anything like the first game, it'll be a brutal yet satisfying traditional survival game. Now, down to number 1, we have Raft. Raft seems like a really good combination of a traditional survival game like Ark or something like that, mixed with something a bit more fun like Subnautica or Stranded Deep, with some boat building co-op shenanigans like Sea of Thieves. I really think that's the pitch right there. That's really it, and I think that's the win. This just This is definitely one of those really from the scene. Well, this is and it's actually popping heads, killing zombies, one shot to the dome. Oh god, the melee. How does the melee work? Okay. Oh, I got the melee. Little. Oh shit. എടേ നീ ആ പാസറ്റെ കുറിച്ച് ഒറിജിനൽ ചെയ്തപ്പോ ഇനി കണ്ടന്റ് മാനേജർ വേണോ? അപ്പൊ 5M ഒക്കെ പോലത്തെ സാധനമാണോ കണ്ടന്റ് മാനേജർ? 5M പോലത്തെ സാധനമാണോ കണ്ടന്റ് മാനേജർ? ഈ ഗെയിമിന്റെ പേരെന്നാടാ?
Zombie survival game. Last of Us. അത് Last of Us ആടാ. Obviously, the highway is kind of like an open area. The village seems whoever made this game, but please, like, take it into consideration. This was definitely taking inspiration from The Last of Us. Deathly Stillness. Last of Us ഓപ്പ് അടിച്ചാട്ടോ അതിന്റെ ക്രിയേറ്റർ. The day before, for some time now, the day before has been Steam's #1 most wishlisted game, which is kind of insane when you consider that it's a brand new IP coming from a fairly unknown developer. Fantastic is a studio that up until recently had only ever made small early access indie titles that they abandoned, and a mobile game. Their most recent release prop Zombie game ആണോ? For some time now, the day before has been Steam's #1 most For some time now, the day before has been Steam's #1 most wishlisted game, which is kind of insane when you consider that it's a brand new IP coming from a fairly unknown developer. Fantastic is a studio that up until recently had Coming to PS5 or PC killada. Indie titles that they abandoned, and a mobile game. Their most recent release, Prop Night, isn't doing particularly hot at the moment either. So for them to all of a sudden have a game in development that more people want than any other upcoming game on Steam, it's kind of crazy. Currently, more people are interested in the day before than A Plague Tale Requiem, Arc Raiders, Nightingale, Marvel's Spider-Man, Modern Warfare 2, Stalker 2, even Starfield, a brand new zombie game from an unknown developer. More people are interested in that than in Starfield. Now that could be an argument for where Starfield's at. I think it's clearly a testament to how much desire that could be from an unknown developer. More people even Starfield, a brand new zombie game from an unknown developer. More people are interested in that than in Starfield. Now that could be an argument for where Starfield's at. I think it's clearly a testament to how much desire still exists for the zombie survival genre that's been unfulfilled within the gaming community, but also how much gameplay trailers with decent looking graphics can really sell the idea of a game to people. But I beg of you, as much as you may want this to be an amazing next-gen zombie survival PvP MMO, which is what they're calling it, please temper your expectations. The red flags are so numerous, I have lost count of the number of concerning issues around this game and around its developer. But I don't know, let's try adding them up, shall we? Starting with the developer. These are the people who are making the game, so goes without saying that their history is a fairly important thing to consider. Fantastic is a studio that was founded back in 2015 by two brothers who, according to their mission statement, dreamed of creating a global organization that would work on world-class games. With that objective in mind, they began work on their very first title, The Wild 8. The Wild 8 was a top-down survival action game set in the frozen wilderness of Alaska. Players could go around gathering Do you want to grow your YouTube channel? Do you want to grow your YouTube channel? നീ ഇത് കണ്ടോ? ഏത് എനിക്ക് ഈ ബൈക്ക് മേടിക്കണം. ഏത് മേടിച്ചു തരുമോ ബ്രോ? Do you want to grow your YouTube channel? വന്നു. ഏത് ബൈക്ക് വന്നില്ല. സറോൺ അൾട്രാ ബി അൺബോക്സിംഗ് ആണോ? അയ്യേ അത് മടുപ്പാ. എന്നാ പിന്നെ സ്കൂട്ടർ മേടിച്ചപ്പോ ഗിയർ മാറി ഓടിക്കണോടാ, അതാണ് സുഖം. ഇത് പിള്ളേർക്കുള്ള വണ്ടിയാണ്.
shit. Just dodged that. Forgot about these massive puddles. Brakes on this thing are good. ഇതിനാണ് തേനീച്ച പോകുന്നത്. Let's go. ഹലോ, Oh yeah, it's fast. എന്തി അസറ്റ കുറച്ച് കാണട്ടെ, കാണിക്കേ. ഇൻസ്റ്റാൾ ആയതോളാ. ഇൻസ്റ്റാൾ ആയോ? നീ വേണമെന്ന് പണ പോരൻ്റെ സീരിയലിനകത്താണോ ആ പാട്ട്? ഇജാതി. ഏത് പാട്ട്? സീരിയലിനകത്താ? ഏത്? ആ മറ്റേ അനിരുദ്ധിന്റെ ഒരു പുതിയ പാട്ടില് ദിദിപ്പ് ദിപ്പാന്നൊക്കെ പറഞ്ഞിട്ട്. അതെ 8 GB ഉള്ളോ? ശരിയാണല്ലോ, 8 GB എങ്ങനെയായി കളിക്കവര്? ദിദിപ്പ് ദിപ്പാ ഇത് കണ്ണായില്ല കരണ്ട കൺഫൂസൻ അഴകപ്പത്തി പാട. ഈ മറ്റേ വീഡിയോക്ക് റീച്ച് ഇല്ലടാ, വെള്ളിയാഴ്ച ഇട്ടാ മതിയായിരുന്നു. കൊമ്മില്ല. 23 അതിന്റെ വീഡിയോ അതിന്റെ സീറ്റ് ഊറ്റ മാന്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ സിനിമാറ്റിക് ഇടാൻ പോണോ നീ? സിനിമാറ്റിക് സീറ്റോടെ സീരിയസ് ആയി കാണിക്കുമ്പോ ഊറ്റയുടെ സൗണ്ട് ഞാനാണ് എന്റെ വീഡിയോക്കകത്ത് ഗ്ലോ ഇടാൻ നോക്കിയപ്പോഴത്തേനാണെങ്കിൽ ഗ്ലോ ഭയങ്കര വൃത്തികേടായി. എനിക്ക് വരുന്നേ ഉള്ളു, സ്ലോയ. കരണ്ടാ കരളോ? കണ്ണായില്ല കരണ്ട കൺഫ്യൂസൻ മഴകപ്പത്തി പാട എഡ്യൂക്കേഷൻ. അത് ഇത് രണ്ട് കാതലോ എന്നാ അതിനാണോ പറഞ്ഞ പേര്? രണ്ട് കാതലോ എന്നാ? കത്ത് വാക്കിലെ രണ്ട് കാതൽ. ആ പറ. ആ വരുന്നുണ്ട്, ലോഗോ കാണിച്ചു. ലോഡഡ് 44 ട്രാക്സ് ഇംഗ്ലീഷ്. മഴകപ്പത്തി പാട ഇതിപ്പോ എന്നാ കരിയർ മെയിൻ മെനു. ഇതിപ്പോ നല്ല വണ്ടിയൊക്കെ വരുമോ? എടാ ഇതിനകത്ത് ബ്രേക്ക് പിടിക്കാനൊക്കെ നമ്മുടെ സാധാരണ പോലെ അല്ലല്ലോ. എടാ മറ്റേ നമ്മള് തന്നെ മോഡൊക്കെ കയറ്റിയപ്പോ സാധാരണ പോലെയാണോ ബ്രേക്ക് പിടിക്കുന്നൊക്കെ ഡ്രിഫ്റ്റ് ഒക്കെ? സ്കിപ്പ് ചെയ്യടാ ഇതൊക്കെ. സ്കിപ്പ് ചെയ്യണമെന്നുണ്ട്, നീ സ്കിപ്പ് ചെയ്യണോ സ്വിച്ച് ആണെന്ന് അറിയില്ല. ബാക്ക് സ്പേസാ എവിടെയാ? ഈ പിന്നെ വണ്ടി പോയി
ആ പോയി കണ്ടോ നീ കേറുന്നേ ഉള്ളു ഇവിടെ. ബ്രേക്ക് ഒക്കെ എങ്ങനെയാ? ദേ പോന്നു. എടാ വളക്കടാ കാറേ വളയടാ. ഈ കാർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഹാൻഡ്ലിങ് ശരിയല്ല. ഇതെന്തുവാടാ ഇത്? ഒന്ന് ക്ലോസ് ആകാവോ? എനിക്ക് കണ്ടന്റ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാനുള്ള. ശരിക്കും ഈ ഗെയിമിലൊന്നുമില്ല, മോഡ് കയറിയിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് സുഖമല്ലേ ഇത്? മോഡ് കയറിയിട്ടേ കാര്യമുള്ളൂ. കണ്ടന്റ് മാനേജർ ഇപ്പൊ ഡൗൺലോഡ് ചെയ്തായിരുന്നു, ഇൻസ്റ്റാൾ ചെയ്തു. എടാ ഈ ലാഗ് കുറയ്ക്കാൻ പറ്റുമോ നിന്റെ സ്ട്രീമിന്റെ? എന്ത് ലാഗ്? ഡിലേയോ? ഭയങ്കര സ്ലോ ആയി കാണുന്നത്. അതിപ്പോ കുറയ്ക്കാം. ഒന്നുകൂടെ ലൈവ് ഇടുവേ. അഡ്വാൻസ് എത്ര ടാബാണ് നീ ഓപ്പൺ ആക്കിയിട്ടേക്കുന്നത് എന്റെ പൊന്നെ? 5 സെക്കൻഡ് ഡിലേ. ന്യൂക്ലിയർ എഡിറ്റ്